ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ വീഡിയോ എടുക്കുന്ന എഫേർട്ട് എൻ്റെ കെട്ടിയവന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇക്കയുടെ വിചാരം ഞാൻ വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്നു എന്നാണ് ഇക്ക വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എഫേർട്ട് അവർക്ക് അറിയാം, അവർ ചെയ്യാത്തോണ്ട് അവർക്ക് അറിയില്ല. അപ്പൊ നമ്മള് ഇതിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല, സുഖമാണ്. വെറുതെ ക്യാമറ ഓൺ ആക്കി വെച്ചാൽ മതി എന്നാണ് ചില ഇവിടെ ഒരു മകന്റെ ഒരു ഇത് വണ്ടിയുടെ ഒച്ച, ഇത്രയും സർക്കംസ്റ്റാൻസസ് എല്ലാം തരണം ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എന്റെ ഇക്കാരെ ഞാൻ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്, കാണിച്ചു തരാം. വണ്ടിയാണ് കേട്ടാ. എന്റെ അഡ്രസ്സൊക്കെ കണ്ടു ആൾക്കാർ, കുഴപ്പമുണ്ടാ? അഡ്രസ്സ്, ഫോൺ നമ്പറൊക്കെ. അപ്പൊ ഇക്കത്തിരി ക്യൂട്ട്നെസ് ഒക്കെ ഇടുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഇത്തിരി വേണം വെച്ചൊരു ആറ്റിറ്റ്യൂഡ് ഇടുന്നുണ്ട്. വേണ്ട, ശരി. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ലൈവായിട്ട് കമന്റ് ചെയ്യാൻ എന്റെ ഇക്കയും ഉണ്ടാകും. ബാക്കിൽ തുണി ഊരാ ഇട്ടിരിക്കാണ്, ഉണങ്ങാട്ടിരിക്കാണ് കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അൺറാപ്പ് മൈ എന്റെ പെരുന്നാൾ ഡ്രസ്സ് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, എന്റെ പെരുന്നാൾ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടാ. നിങ്ങളൊക്കെ പെരുന്നാൾക്കൊക്കെ ഡ്രസ്സ് എടുത്തോ? ഓക്കെ, ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലത്തെ ഡ്രസ്സുകളാണ് എന്റെ ഇക്കാക്ക് ഇഷ്ടം. അത് കാരണം കൊണ്ട് ഇക്ക ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. എന്റെ ഇക്കാക്ക് അറിയില്ല ഞാൻ എന്ത് ഡ്രസ്സാണ് എടുത്തിരിക്കണം എന്നുള്ളത്. എന്റെ ഇക്കാക്ക് അറിയില്ല ഞാനൊരു കള്ളനാണെന്ന്. അതുകൊണ്ട് ഞാൻ ഇക്കയും നിങ്ങൾ ആദ്യമായിട്ടാ കാണാൻ വേണ്ടി പോകുന്നത്. എന്റെ പെരുന്നാൾ കോടി എങ്ങനെയുണ്ട് ഗായ്സ്? കാണിച്ചു തരാം, പേടിക്കണ്ട, വിഷമിക്കണ്ട. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഇക്ക? എങ്ങനെയുണ്ട്? സൂപ്പർ. കൈ ഇതെന്താ കണ്ടിട്ട് മനസ്സിലായില്ല? കൈ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു? ഈ ഡ്രസ് ഇഷ്ടപ്പെടാന്നായിട്ടില്ല. ഇത് ഇത്രേ ഉള്ളൂ, ഇങ്ങനെ ഇടുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ മോഡല്. പാന്റ് ഒന്നും ഇല്ല. പാന്റ് ഒന്നും ഇല്ലാണ്ട് ഇതാണ് ഇപ്പോഴത്തെ ഷോർട്ട് ഡ്രസ്. നന്നായിട്ടുണ്ടാ? പറയാന്ന് പറയും. നിങ്ങളുടെ കമന്റ് കേൾക്കാൻ നിങ്ങളവിടെ കൊണ്ടെത്തിക്കും. നന്നായിട്ടുണ്ട് ഡ്രസ് ഗൈസ്, നിങ്ങൾ പറയൂ. പിന്നെ വലിയ പെരുന്നാളായതുകൊണ്ട് പാന്റ് ഒന്നും എടുത്തിട്ടില്ല. ഉള്ള ഏതെങ്കിലും കറുത്ത പാന്റ് എടുത്തിട്ട് അടിയിലിടാട്ടാ. ഓക്കെ, അത് മതി. ഇത് എത്ര രൂപയാണെന്ന് അറിയോ? 244 രൂപ. ഇനി വേറൊരു സൂത്രം കൂടെ കാണിച്ചു തരട്ടെ. എന്റെ മകനും എനിക്കും ഒരേപോലത്തെ ഡ്രസ്സാണ് എടുത്തിരിക്കുന്നത്. ഇത് എന്റെ ഡ്രസ്സ്, ഇത് എന്റെ മകന്റെ ഡ്രസ്സ്. എങ്ങനെയുണ്ട്? എന്റെ മകന്റെ പെരുന്നാൾ കോടി സൂപ്പർ ആയിട്ടില്ലേ? ഞങ്ങൾ രണ്ടൊരു മാച്ചിങ് ആയില്ലേ, ട്വിന്നിങ് ആയിട്ടില്ലേ? നന്നായിട്ടില്ലേ? ഇതിന്റെ കറുത്ത ട്രൗസർ ഉണ്ട് കേട്ടോ, കറുപ്പ് പ്ലെയിൻ ട്രൗസർ. അത് കാണണ്ടല്ലോ. അവന് ട്രൗസർ അതിന്റെ കൂടെ തന്നെ കിട്ടി, എനിക്ക് ട്രൗസർ കിട്ടിയില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പക്ഷെ ട്രെൻഡിങ് ആയിട്ടില്ല, നന്നായിട്ടില്ല. അതായത് ഇപ്പൊ ഒരു ഡ്രസ്സ് കാണാനൊന്നും ചന്തൂല, പക്ഷെ അത് ഞാനിട്ട ട്രെൻഡ് ആവുമല്ലോ. അതാണ് ട്രെൻഡിങ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് എന്റെ മകന്റെ പെരുന്നാൾ കൊടി. നിങ്ങളൊക്കെ ഇതാണ് എന്റെ മകന്റെ പെരുന്നാൾ കൊടി. നന്നായിട്ടുണ്ടെങ്കിൽ കമന്റ് ബിലോ. എന്നെ ഒരു സാധനം കൂടെ എനിക്ക് അൺറാപ്പ് ചെയ്യാനുണ്ട്, അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. ഓക്കെ, ഇങ്ങനെ ഒരു വീഡിയോ ഇടണം, ഇങ്ങനെ ഒരു വീഡിയോ ഇടണം. നിങ്ങൾക്ക് അറിയാം ഓരോ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ബുദ്ധിമുട്ടുകള്. എന്റെ മകൻ തൊട്ടിപ്പുറത്ത് അപ്പി കഴുകുകയാണ്. അവൻ ഇതിൽ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ സ്ട്രൈക്ക് വരും എനിക്ക്. പറയൂ എന്റെ ഡ്രസ് സെലക്ഷനെ കുറിച്ച് പറയൂ. 2 വാക്ക് പറയൂ എന്റെ ഡ്രസ് സെലക്ഷനെ കുറിച്ച്. എന്റെ കാണികളോട് പറയൂ, നിങ്ങളുടെ ഒറിജിനൽ കാണികളോട് പറയൂ. ബഡ്ജറ്റ് കട്ട് ചെയ്ത് 3000 റുപ്യല്ലേ ഞാൻ നിനക്ക് തന്ന ആദ്യമായിട്ട് നിനക്ക് ഡ്രസ് എടുക്കാൻ. നിങ്ങൾ ഒരു ഡ്രസ് എടുക്കാൻ 3000 തന്നു, അവന് 1500, എനിക്ക് 1500. പക്ഷെ ഞാൻ ആ 3000 രൂപയ്ക്ക് 2-3 ഡ്രസ് എടുത്തു എന്നുള്ള വ്യത്യാസം. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അങ്ങനെയാണ്
ഇതുള്ള ക്രിയേറ്റീവ് ഭാര്യമാര്. ബാക്കി ഞാൻ പറയാം. ഇപ്പൊ പറഞ്ഞ ചിലപ്പോ നിനക്ക് കട്ട് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വീഡിയോസ് ഇരുന്നോണ്ട് ഡെയിലി റിപ്പീറ്റേഷനിൽ ഡ്രസ്സ് വന്നിട്ട് ഭയങ്കര അരോചകരമാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ വില കുറഞ്ഞ ഡ്രസ്സുകൾ എടുക്കുന്നത്. ആക്ച്വലി ഞാൻ വില കുറഞ്ഞ ഡ്രസ്സുകൾ എടുക്കാറില്ല. വില കുറഞ്ഞ ഡ്രസ്സ് നീ പെരുന്നാളിന് എടുക്കണേ? പെരുന്നാളിന് വീട്ടിലല്ലേ ഇരിക്കുള്ളൂ. ശരി, ഞാൻ ഇപ്പൊ എന്താ പറയാൻ വന്നത്, പിന്നെ ഒരു കാര്യം പറയട്ടെ. എന്റെ ഇക്കാന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന്? അയ്യോ, കുട്ടി കാണിക്കല്ലേ, കുട്ടി പറയാൻ പറ്റല്ലേ, കുട്ടി ചന്തി കാണിക്കല്ലേ. അയ്യോ സ്വത്ത്, നിന്നെ ഇങ്ങനെ കണ്ട ഉമ്മച്ചിക്ക് സ്ട്രൈക്ക് കിട്ടും, അതുകൊണ്ടാണ്. വേഗം വീഡിയോ അവസാനിപ്പിക്കട്ടെ, എന്റെ മകൻ സഹകരിക്കുന്നില്ല. അപ്പൊ അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ. സോറി, ഒരിക്കൽ കൂടെ പറയണം, മൂന്നാമത്തെ വട്ടം ഒന്നും കൂടെ പറയാം. സോറി, 2 വട്ടം എടുത്തപ്പോ ക്യാമറ ഓൺ ആക്കിയില്ല, അതുകൊണ്ട്. പറയൂ. ഫീതക്കുട്ടി മാങ്ങയും കൊണ്ട് വരുന്നുണ്ട് എനിക്ക്. സോറി, അന്നൊരു ക്യാമറയിൽ പെട്ടതിനാണ് പ്രശ്നമായിട്ടിരുന്നത്. അവള് വീണ്ടും ക്യാമറയുടെ മുന്നിൽ വരേണ്ടതായിരുന്നു. ഓക്കെ, താങ്ക് യു. അടുത്ത വീട്ടിലെ കുട്ടി നമുക്ക് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. താങ്ക് യു. അവള് ഞാൻ അതിന് പണങ്ങിട്ടിരിക്കായിരുന്നു ഇത്രയും ദിവസം. അവള് തന്നെ മാങ്ങ തന്ന് മിണ്ടാൻ വന്നതാണ് കേട്ടോ. ശരി, അവളോട് ഞാൻ പറയാം. ഞാനിപ്പോ അതല്ല പറയാൻ വന്നത്, എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. ശരി, അപ്പൊ ശരിക്കും ടാറ്റ. അല്ല, ഞാൻ അപ്പളെ ഒന്നും മുഴുമിപ്പിച്ചില്ലല്ലോ. എന്താ പറയാൻ വന്നത്? അതിന് വീണ്ടും ക്യാമറ ഓണൊക്കെയാണ്. എന്റെ ഇക്കാന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താന്ന് പറയാം നിനക്കറിയോ? ഇക്ക നിനക്കറിയോടാ? എന്റെ ഇക്കാക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്താ വെച്ചാൽ ഇക്കാക്ക് നല്ലൊരു വൈഫിനെ കിട്ടിയെന്നുള്ളതാണ് ഇക്കാന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ഇപ്പൊ ശരിക്കും ടാറ്റാ. സോറി, ഇക്കാനെയാണ് കട്ടാക്കാൻ വേണ്ടത്. സോറി, വീഡിയോ ആണ് കട്ടാക്കേണ്ടിരുന്നത്.